പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രായപരിധി ഇളവ് ആർക്കെല്ലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. PSC അപേക്ഷ അയക്കുന്ന അവസരത്തിൽ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾ ഏതെല്ലാം? വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന വയസ്സിളവിൻ്റെ പരിധി എങ്ങനെയാണ്? അനാഥാലയത്തിലുള്ളവർക്ക് വയസ്സിളവ് ലഭിക്കുമോ? ഇതിനൊക്കെ ആൻസർ നമുക്കൊന്ന് നോക്കാം. PSC വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് മുന്നോടിയായി ഉയർന്ന പ്രായപരിധിയിൽ ഇളവിന് അർഹതയുണ്ട് എന്ന കാര്യം അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ രേഖപ്പെടുത്തലുകൾ പ്രൊഫൈലിൽ വരുത്തിയിരിക്കണം. വയസ്സിളവുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് വയസ്സിളവ് ലഭിക്കും. അതായത് OBC, തീയ, ഈഴവ, ബില്ലവ, മുസ്ലിം, LC or AI, വിശ്വകർമ്മ, SIUC നാടാർ, ഹിന്ദു നാടാർ, ധീവര വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വയസ്സുണ്ട്. ഒന്നുകൂടിയും പറയാം. OBC, തീയ, ഈഴവ, ബില്ലവ, മുസ്ലിം, LC or AI, വിശ്വകർമ്മ, SIUC നാടാർ, ഹിന്ദു നാടാർ, ധീവര വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വയസ്സിളവും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വയസ്സ് ഇളവും ലഭിക്കും. വയസ്സിളവ് അനുവദിക്കുന്നതിന് SSLC ബുക്കിലെ ജാതി വിവരവും റവന്യൂ അധികാരിയിൽ നിന്ന് ലഭിച്ച ജാതി സർട്ടിഫിക്കറ്റും മതി. എന്നാൽ വയസ്സിളവിനോടൊപ്പം സംവരണവും വേണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കേണ്ടി വരും. EWS വിഭാഗത്തിൽ സംവരണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും വയസ്സിളവ് ലഭ്യമല്ല. ഭിന്നശേഷിക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ വയസ്സിളവ് ലഭിക്കും. ഈ വിഭാഗത്തിലെ കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 15 വർഷവും അസ്ഥി വിഭാഗം, സെറിബ്രൽ പാൾസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10 വർഷവും ലഭിക്കും. സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതോ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് ലഭിക്കുന്നതോ ആയ ആഫ്റ്റർ കെയർ ഹോം, അനാഥാലയങ്ങൾ, ജുവനൈൽ ഹോം, സ്പെഷ്യൽ ഹോം എന്നിവയിലെ മുൻ അന്തേവാസികൾക്കും അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ പരമാവധി പ്രായപരിധിയിൽ 10 വർഷം വരെ ഇളവ് അനുവദിക്കും. ഈ ആനുകൂല്യത്തിന് അർഹരായവർ ആ വിവരം അപേക്ഷയിലെ ബന്ധപ്പെട്ട കോളത്തിൽ രേഖപ്പെടുത്തുകയും ആയത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കുകയും വേണം. ഇൻഡോസിസ് പ്രോജക്റ്റിലെ തൊഴിലാളികൾക്ക് മറ്റു വിധത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ പ്രോജക്റ്റിലെ അവരുടെ സർവീസിന് തുല്യമായ കാലത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് മേലധികാരിയിൽ നിന്ന് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം. ഹോംഗാർഡ് സംഘടനയിൽ 3 വർഷത്തിൽ കുറയാത്ത സേവനവും തൃപ്തികരമായ പരിശീലനവും പൂർത്തിയാക്കിയ എക്സ് ഹോംഗാർഡ് വോളണ്ടിയർമാർക്ക് അവർ ഹോംഗാർഡ് സംഘടനയിൽ സേവനം അനുഷ്ഠിച്ച കാലത്തോളം തൊഴിലില്ലാതെ നിന്ന കാലത്തേക്ക് പരമാവധി 7 വർഷത്തോളവും പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും. ബന്ധപ്പെട്ട പോലീസ് സൂപ്രണ്ടിൽ നിന്നോ പോലീസ് കമ്മീഷണറിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടി വരും. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുള്ളവരെ അതേ സ്ഥാപനത്തിലോ അതേ രീതിയിലുള്ള ട്രേഡിലോ ജോലിയിലോ നിയമിക്കുമ്പോൾ 1961 അപ്രന്റീസ് ആക്ട് അനുസരിച്ചുള്ള അവരുടെ ട്രെയിനിങ് കാലം കൂടി കണക്കാക്കി ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് പ്രസ്തുത കാലം ഇളവ് ചെയ്യുന്നതാണ്. കേരള സംസ്ഥാനത്തെ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ഗവൺമെൻറ് ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ധനകാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ അപ്രകാരമുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതാണ്. സർക്കാർ സർവീസിൽ നിന്ന് പേഴ്സണൽ സ്റ്റാഫിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല. സംസ്ഥാന സർക്കാർ സർവീസിൽ താൽക്കാലികമായി നിയമനം ലഭിച്ചിട്ടുള്ളവർക്ക് 1 വർഷത്തിൽ കുറയാതെ സർവീസിലുള്ള പക്ഷം തങ്ങളുടെ താൽക്കാലിക സർവീസിൻ്റെ ദൈർഘ്യത്തോളം പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതാണ്. ഈ ആനുകൂല്യം വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തസ്തികകളിലും
പാർട്ട് ടൈം തസ്തികകളിലും താൽക്കാലികമായി സേവനം അനുഷ്ഠിച്ചവർക്കും ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നവർക്കും ലഭിക്കും. ഒരിക്കൽ സ്ഥിരമായ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കേരളത്തിലെ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1971, 1981, 1991 കാലയളവിൽ താൽക്കാലികമായി നിയമനം ലഭിച്ച റീട്രെഞ്ച്മെൻറ്റ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പ്രായപരിധിയിലുള്ള ഈ ആനുകൂല്യം ലഭിക്കും. അവർ തങ്ങളുടെ താൽക്കാലിക സർവീസിൻ്റെ ദൈർഘ്യവും റീട്രെഞ്ച് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടതാണെന്നുമുള്ള വസ്തുതയും കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കേരളത്തിലെ സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറിൽ നിന്ന് വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. എന്നാൽ പരമാവധി 5 വർഷത്തിൽ കൂടുതൽ ഇളവ് ലഭിക്കുന്നതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഈ സ്ഥാപനങ്ങളിലേതെങ്കിലും കുറഞ്ഞത് 1 വർഷമെങ്കിലും താൽക്കാലികമായി ജോലി നോക്കിയിട്ടുള്ളവർ ആദ്യത്തെ താൽക്കാലിക നിയമന കാലത്ത് നിശ്ചിത പ്രായപരിധി കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അവരുടെ താൽക്കാലിക സർവീസിൻ്റെ ദൈർഘ്യത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും. ഈ ഇളവ് പരമാവധി 5 വർഷത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രസ്തുത സ്ഥാപനങ്ങളിൽ റെഗുലർ ഉദ്യോഗം വഹിക്കുന്നവർക്ക് വീണ്ടും മറ്റൊരു നിയമനത്തിന് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. പ്രൊഫഷണൽ സർവീസിലുള്ളവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് സർവീസിൻ്റെ ദൈർഘ്യം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ റെഗുലർ സർവീസിലല്ല ജോലി നോക്കിയിരുന്നതെന്ന് സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വയസ്സിളവിനെ സംബന്ധിച്ച ഈ ആനുകൂല്യം 28/11/1993 മുതൽ വിജ്ഞാപനം ചെയ്യപ്പെടുന്ന തസ്തികകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്തത്, വിമുക്ത ഭടന്മാർക്ക് ഓരോ ഉദ്യോഗത്തിനും നിശ്ചയിച്ചിട്ടുള്ള പരമാവധി പ്രായപരിധിയിൽ അവരുടെ പ്രതിരോധ സേനയിലുള്ള സേവനത്തിന് തുല്യമായ കാലത്തോളം സേനയിൽ നിന്ന് പിരിഞ്ഞു പോന്നതിന് ശേഷം തൊഴിൽ ഇല്ലാതെ നിന്ന കാലത്തിൽ പരമാവധി 5 വർഷത്തോളവും ഇളവ് അനുവദിക്കും. ഈ ആനുകൂല്യം ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോന്നവർക്കും റിസർവ് വിഭാഗത്തിൽപ്പെടുന്നവർക്കും പ്രതിരോധ സേനയിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞവർക്കും NCCയിൽ നിന്ന് നിശ്ചിതകാല സേവനത്തിന് ശേഷം പിരിച്ചയക്കപ്പെട്ട NCC കേഡറ്റ് ഇൻസ്ട്രക്ടർമാർക്കും നിശ്ചിതകാലത്തിന് ശേഷം പിരിച്ചയക്കപ്പെട്ട ഹോൾ ടൈം ഇൻസ്ട്രക്ടർമാരിൽ പിരിച്ചയക്കപ്പെടുന്നതിന് മുൻപ് കുറഞ്ഞ പക്ഷം 6 മാസക്കാലമെങ്കിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും ടെറിട്ടോറിയൽ സേനാ വിഭാഗത്തിൽ നിന്ന് പിരിച്ചയക്കപ്പെട്ടവർക്കും ലഭിക്കുന്നതാണ്. സൈനിക സേവനകാലം തെളിയിക്കുന്നതിന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ ശരിപ്പകർപ്പും തൊഴിലില്ലാതെ നിന്ന കാലം തെളിയിക്കുന്നതിന് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം. വിധവകളായ അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വരെ ഇളവനുവദിക്കും.